മുന്നറിയിപ്പ്. ഇടിമിന്നൽ സാധ്യതാ പ്രദേശം. ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി കോട്ടയം ജില്ലയിലെ ബോർഡറിലുള്ള ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. കഴിഞ്ഞ വീഡിയോ കണ്ടുള്ളവർക്കറിയാം. നമ്മളിപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് പ്ലാൻ ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഇല്ലിക്കല്ല് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് വീണ്ടും 2-3 സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇല്ലിക്കല്ലിലേക്ക് പോകും, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇല്ലിക്കല്ല് പോയി എന്നെ കടത്തിവിടുമെന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോൾ തന്നെ സമയം 4:30 5 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അവിടെ ചിലപ്പോൾ മഴയൊക്കെ അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ വരെയൊക്കെ വിടുത്രേ. അപ്പോൾ അങ്ങനെ 6 മണി വരെ വിടുകയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ പോലീസ് ദ ഓൾഡ് വയർലെസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മളിനി താഴേക്ക് ഒരുപാട് ദൂരം നടക്കാണ്ട് നമ്മുടെ വണ്ടി താഴെ വെച്ചിട്ടുള്ളത്. അതായത് അവിടെ ഒരു മല കാണുന്നുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു മല കാണുന്നുള്ളൂ. അതിൻ്റെ മുകളിൽ 2 മുട്ട് പോലെ 2 കല്ല് ഇരിക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നത് അവ തന്നെയാണ് ഇല്ലിക്കൽ കല്ല് എന്ന്. കാരണം ഞാൻ വീഡിയോ കണ്ടു സുഹൃത്തുക്കളെ, അതിലങ്ങനെയാണ് കാണുന്നത്. ഇലവീഴ പൂഞ്ചിറയിലേക്ക് കുറച്ച് ദൂരം ജീപ്പ് സഫാരി ഉണ്ട്. അത് നമ്മൾ എത്ര ആളുണ്ടെങ്കിൽ നമുക്ക് കയറി പോകുന്നുണ്ടോ, ജീപ്പ് കൂളായി കയറി പോകട്ടോ, 4x4 ആണെങ്കിൽ. നമ്മളിതിൻ്റെയൊക്കെ വീഡിയോകൾ കാണുമ്പോൾ അതിൽ കാണുന്ന ഭയങ്കര ഭംഗി വർണ്ണിക്കൽ അത്രയൊന്നും മാച്ച് ആവണില്ല നമ്മൾ കാണുമ്പോൾ, നേരിട്ടൊന്ന് കാണുമ്പോൾ. കാരണം വെച്ചാൽ വീഡിയോയിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു കൺകട്ടാണ്. അതായത് ഫിൽറ്റർ എഫക്റ്റൊക്കെ ആഡ് ചെയ്ത് അതിൽ കളറിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ 4K ക്വാളിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ ഏത് ബോർണ സ്ഥലം കുറച്ച് ഭംഗി ഉണ്ടാവും കാണാൻ. നമ്മുടെ വണ്ടി ഇവിടെയുള്ള പുറപ്പെടാം. ഇലവീഴ പൂഞ്ചിറയിലേക്ക് വരുന്നവർ ഇവിടെ നിന്ന് ഇല്ലിക്കല്ലിലേക്ക് എങ്ങനെ പോവാം എന്നത് നമുക്ക് ഈ വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ആളുകൾ വൈകുന്നേര സമയം തോന്നുന്നു ഇവിടെ ഇതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്, കാരണം സൺസെറ്റൊക്കെ കാണാം, അതുകൊണ്ടായിരിക്കും. നമ്മൾ അവിടുന്ന് പുറത്ത് ചാടി ഇനി റോഡിനോട് അങ്ങനെ അങ്ങ് പോയിട്ട് തണുപ്പുണ്ട്. ഇവിടുത്തെ കാറ്റിന് നല്ല തണുപ്പുണ്ട്. ഹൈറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ടായിരിക്കും. ഇവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുള്ള സ്ഥലമാണ്. ഞാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിരിക്കാം കേട്ടോ ക്യാമറ. പോലീസ് പിടിക്കുമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഇത് പാടില്ല എന്നല്ല പറയുന്നത്, ഹെൽമെറ്റിൽ. അതങ്ങനെ ഒരു നിയമം വരാൻ തന്നെ കാരണം ഈ വ്ളോഗേഴ്സ് തന്നെയാണ് അതിന് ഒരു പ്രധാന കാരണം. കാരണം പോലീസുകാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിയമങ്ങളൊക്കെ പറഞ്ഞ് അവരെ സുവിധരാക്കും. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ തെറി വിളിക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫുട്ടേജ്, ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ നിയന്ത്രണം വന്നത്. അതിന് പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില ആളുകൾ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥിരം പരിപാടി ആയിരുന്നു. അതൊക്കെ തന്നെയാണ് അവരെ ദേഷ്യം പിടിപ്പിക്കാൻ കാരണം. പക്ഷെ അത് ഭയങ്കര ഒരു അടിയായിപ്പോയി. നമ്മൾ ഈ ക്യാമറ ഹെൽമെറ്റിൽ വെച്ച് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഒരു വ്യൂ, ഈ വഴിയിലുള്ള കോൺവെർസേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വേറെ എവിടെ മൗണ്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ആംഗിളിൽ ഇരിക്കല്ലേ ഉള്ളൂ. ഇതാകുമ്പോൾ കറക്റ്റ് നമ്മൾ നോക്കുന്ന പൊസിഷനിൽ മുഖത്തു നിന്നുള്ള ഒരു വിസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്, കണ്ണിൻ്റെ ആ ഡയറക്ഷനിലുള്ള. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും പോലീസുകാർ എന്തെങ്കിലും എന്നെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ കാലിൽ വീണ് എങ്ങനെയെങ്കിലുമൊക്കെ പോകുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നിയമമായിപ്പോയില്ലേ. ഒരു പുതിയ റോഡും നല്ല ഹാർപ്പിൻ ബെൻഡൊക്കെയാണ് ഇവിടെ. ഇതെങ്ങനെയുണ്ട് വെള്ളം? സൂപ്പർ. ഇല്ലിക്കൽ കല്ല് ഇവിടുന്ന് 15 കിലോമീറ്റർ. ഈ റോഡ് വലത്തോട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ടയ്ക്കാണ്. നമ്മളിങ്ങനെ പോവാം. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ശരിക്കും ആൾക്കാരോട് വഴി ചോദിച്ച് പോകാനാണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ആരോടും മിണ്ടാണ്ട് നേരെ പോവുക, ആ സ്ഥലത്തെത്തുക, അവിടെ നിന്ന് വരിക. പക്ഷെ ഇങ്ങനെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വഴിയിൽ കാണുന്ന ആൾക്കാരോടൊക്കെ നമുക്ക് സംസാരിക്കണമെങ്കിൽ ഈ വഴി ചോദിക്കലാണ് ഫസ്റ്റുള്ള ഒരു ഉപാധി. വേണമെങ്കിൽ ചേട്ടൻ്റെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, ഇല്ലിക്കൽ കല്ല് ഇങ്ങനെയാണ് പോകുന്നത്? നേരാ? റോഡ് നേരെ അങ്ങോട്ടാണോ? ഓക്കെ. കണ്ടില്ലേ എന്താ വണ്ടി. അപ്പം അങ്ങനെ വഴി ചോദിക്കുന്ന സമയത്ത് ചിലർ നമ്മളോട് ഇങ്ങോട്ട് എന്താ ഏതാ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചറിയും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചില ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയ പുതിയ ഇൻഫർമേഷനുകൾ കിട്ടുക. അല്ലാതെ ഗൂഗിളിനെ മാത്രം ആശ്രയിച്ച് കഴിയുമ്പോൾ ഉള്ളത് മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ മൈൻഡ് ചെയ്യൂല അതിൽ ഗൂഗിളിൽ പറയുന്ന കുറേ കാര്യങ്ങളൊന്നും. ഈ റോഡ് നേരെ ഇല്ലിക്കല്ലാന്നാണ് പറഞ്ഞത്. വേഗം പോവാം. ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇങ്ങനെ കയറ്റം കയറി വരുന്ന സമയത്ത് താഴെ റോഡിൽ നിന്ന് മോളിൽ നോക്കിയപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടിരുന്നു. അതാണോ ഇത് എന്നറിയില്ല. പക്ഷെ ഇത് ചെറുതാണ്. വെള്ളം ചാടുന്നുണ്ടോ? നൈസ്. നല്ല തണുപ്പുണ്ടാവും തോന്നുന്നു വെള്ളത്തിന്. എനിക്കാണെങ്കിൽ കുടിക്കാൻ വെള്ളത്തിന് ദാഹിച്ചിട്ട് സമയം കിട്ടില്ല എനിക്ക് അവിടെ നിന്ന് കുടിക്കാൻ. ഇലവിഴ പൂഞ്ചിറ കയറി ഇറങ്ങുന്ന സമയത്ത് നല്ല ദാഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അവിടുന്ന് വെള്ളം പോലും കുടിക്കാനൊന്നുമില്ല. വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി വിട്ടു. ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് വ്ളോഗ് ചെയ്ത് വരുമ്പോൾ പതുക്കെ സംസാരിച്ച് വരുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ക്യാമറ ഓഫ് ആക്കി വെച്ചിട്ട് ഓടുമായിരുന്നു താഴേക്ക്. എന്നിട്ട് ഒരു ജസ്റ്റ് സെക്കൻഡ് റിലാക്സ് ചെയ്തിട്ട് പിന്നെ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് കാഷ്വലായിട്ട് വരും. അങ്ങനെ ഒക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ, വ്ളോഗിങ്ങിൻ്റെ പിന്നിലുള്ള കഥകൾ. ടൈമിങ്ങാണ് നമുക്ക് പ്രശ്നം. എനിക്ക് രാവിലെ വരുന്ന സമയത്ത് മണിമല വെച്ച് ഒരുപാട് ടൈം വേസ്റ്റായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് വെള്ളം? നല്ല വെള്ളം തോന്നുന്നു. എൻ്റെ മണിമല നമ്മുടെ മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ 2.5 മണിക്കൂറോളം അവിടെ സമയം പോയി. ഇല്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അടുത്ത് പരിസരത്ത് വേറെ ചെറിയ ചെറിയ സ്പോട്ടുകൾ, ഗ്രാമങ്ങൾ, അതൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി കാണാമായിരുന്നു. കുഴപ്പമില്ല. ഇവിടെ കോട്ടയത്ത് ഇനിയും നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഇൻറ്റീരിയർ പ്ലേസുകൾക്കൊക്കെ പോകണമെന്നുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ. പട്ടി കുരച്ചിട്ട് ഓടി വരും. ഞാൻ വെച്ചാൽ എൻ്റെ നേരെ വരുമായിരുന്നു. ഭാഗ്യം എൻ്റെ നേരെ അല്ല. അത് നേരെ ഓടി വരും. അത് ഓടി വരുമ്പോൾ നമ്മൾ പേടിച്ച് വണ്ടിയിൽ നിന്ന് വീഴും. നമ്മൾ വീണ ഉടനെ അത് വേറെ വഴിക്ക് ഓടി പോവുകയും ചെയ്യും. നമ്മൾ വീണ് കൈയും കാലൊക്കെ മുറിയും. അത് മാത്രം ബാക്കിയുണ്ടാവും. ഓ, ഇനി 8 കിലോമീറ്റർ പോകാനുണ്ടല്ലോ. പണി പാളൂ. നേരല്ലാത്ത നേരത്ത് വഴി തെറ്റി കുറേ ദൂരം അങ്ങോട്ടും പോയി. അതുകൊണ്ട് കാണും ഇല്ലിക്കക്കല്ല്. അതാണെന്ന് തോന്നുന്നു ഇല്ലിക്കക്കല്ല്. നമ്മൾ വഴി മാറിപ്പോയി സുഹൃത്തുക്കളെ, വഴി മാറിപ്പോയി.
5:30 ക്ലോസ് ചെയ്യുന്ന പറഞ്ഞ നെല്ലിക്കക്കല്ല്. 5 മണിയായി. ഇതിൽ വേറെ റോഡ് ബ്ലോക്ക്. പക്ഷെ എന്തൊരു കഷ്ടപ്പാ. മരം മുറിച്ച് തടി മുറിച്ച് കയറ്റുന്ന പണിയാണ്. അവിടെ എത്തേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. കയറ് കെട്ടി ക്രെയിനിൽ കൊളുത്തി പൊക്കുക. എങ്ങോട്ടാ പൊക്കുന്നത്? അയ്യോ, സൈഡിലേക്ക് ഒതുക്കാണ്. നമുക്ക് ഈ സൈഡിലൂടെ അങ്ങ് പോവാം. നമ്മൾ വരുമ്പോൾ ഈ വഴിക്ക് കയറേണ്ടതായിരുന്നു. നമ്മൾ കയറാതെ നേരെ അങ്ങ് പോയി. വലിയ ആളമാരി. എന്നിട്ടിപ്പോൾ നല്ല കയറ്റങ്ങളാണ്. കയറി 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 പോകുന്നുണ്ട്. ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 2 കല്ല് തൂങ്ങി മരിച്ചിരിക്കുന്നു. ഇല്ലിക്കക്കല്ലിനെ കണ്ടിട്ടായിരിക്കും. ഇല്ലിക്കക്കല്ലിനെ കണ്ടിട്ട് എല്ലാവരും അങ്ങോട്ട് പോകണേണ്ട വിഷമം കൊണ്ടായിരിക്കും കല്ല് തൂങ്ങി മരിച്ചിരിക്കുന്നു. ഇവിടെ നല്ല വൈബാണല്ലോ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇത് കോട്ടേജസോ എന്താ റിസോർട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ കാണാനുണ്ട്. നല്ല ഗസ്റ്റ് വരുന്ന സ്ഥലമല്ലേ. നമ്മൾ ഏകദേശം അതിൻ്റെ പരിസരത്തേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ നമ്മൾ മടക്കി പറഞ്ഞേക്കുമെന്നാണ് എൻ്റെ പേടി. മടക്കി പറഞ്ഞാൽ പിന്നെ മടങ്ങി പോകണം. പുതിയ റോഡ് പോയി കാണാം. ഇനിയും ഒരുപാട് പോകാനുണ്ട് തോന്നുന്നു. ഇല്ലിക്കക്കല്ലിനേക്കാളും അപ്പുറത്തെ വലിയൊരു കല്ല്, ഈ മലൻ്റെ മുകളിലൊരു കല്ല് നിൽക്കണുണ്ടോ? പക്ഷെ അതിങ്ങോട്ട് ഉരുണ്ട് വന്നാൽ ഉരുണ്ട് വരില്ലായിരിക്കും. ഇല്ലിക്കൽ കല്ല് ഇങ്ങോട്ട് വലത്തോട്ട് കയറി പോകണം തോന്നുന്നു. ഇല്ലിക്കൽ കല്ല്. യെസ്. അറിയിപ്പ്: ഇടിമിന്നൽ സാധ്യതാ പ്രദേശം. ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ഇവിടെ ഇടിമിന്നലും ഉള്ള പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജീവനക്കാർ പറയണത് നമ്മൾ കൃത്യമായി അനുസരിച്ചിരിക്കണം, പാലിച്ചിരിക്കണം. റൂൾസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരിത്. കാരണം ഒരു അപകട സാധ്യത മേഖല കൂടെയാണ്. ഇല്ലിക്കൽ കല്ല് പ്രവേശനം പാസ് മൂലം. പാർക്കിംഗ് 100 meters. അവിടെ പോയ പാർക്കിംഗ് ആണ്. Wow, what a view. Beautiful. Parking. എന്താ പാർക്കിംഗ്? ഇവിടെ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ. വണ്ടി പോവില്ല മേലേക്ക്. എന്നാൽ പിന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം.
ടിക്കറ്റ് കൗണ്ടർ. ബൈക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ 6 മണി വരെ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ചെക്കിങ് പോയിൻ്റ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ടിക്കറ്റ് കാണിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ തന്നെ നല്ല അന്യായ വ്യൂ ഉണ്ട് അല്ലേ, സൂപ്പർ വ്യൂ ആണ് ഇവിടെ. നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ജീപ്പിന് ചേർത്തിയാണ് ടിക്കറ്റ് ഉള്ളത് കേട്ടോ. ജീപ്പിന് എത്രയാണ്? 38 രൂപ ടിക്കറ്റ്, 33 രൂപ ജീപ്പിന്. ഏതാണ്ട് 2 പാസ് ഉണ്ട് എന്തായാലും ഇതിന്. ഏതാ പോണ വണ്ടി? ഏതാ പാസ് അങ്ങോട്ടുള്ള? ജീപ്പിന് എത്ര ദൂരം പോകേണ്ടത് മുകളിലേക്ക്? 2 കിലോമീറ്റർ അറിയില്ല. എത്ര കിലോമീറ്റർ കേട്ടോ മേലേക്ക്? 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1.5 കിലോമീറ്റർ ജീപ്പിൽ യാത്ര ചെയ്തിട്ട് വ്യൂ പോയിന്റിലേക്ക്. സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലെത്തി. ജീപ്പ് ഇവിടെ ഒന്ന് നിർത്തിയിട്ടോ. വൈകുന്നേരം 6 മണിയോട് കൂടി ക്ലോസ് ആണ്. 6 മണി ആകുമ്പോൾ താഴേക്ക് ഇങ്ങോട്ട് ഇറക്കാൻ തുടങ്ങും ആളുകൾ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്, ചായയൊക്കെ വേണേൽ കുടിക്കാം. 2-3 കടകളുണ്ട്. നേരെ മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ മുകളിലുള്ള 2 കല്ലുണ്ട്, അത് കാണാനാണ് ഇപ്പോൾ ഈ പോകുന്നത് ഇത്രയും ആൾക്കാർ. ബട്ട് നമ്മൾ കല്ല് കാണാനല്ല, നമ്മൾ മൊത്തത്തിൽ എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സ്ഥലങ്ങൾ കാണണം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ ഇതിലാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് കൈവരികളൊക്കെ കെട്ടിയിട്ടുണ്ട്, അത് പിടിച്ച് കയറാനാണെന്ന് തോന്നുന്നു. ചെറിയൊരു മല, അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ അപ്പോൾ സ്പോട്ട് എത്തും. അത്രേ ഉള്ളൂ. അത്ര വലിയൊരു അഡ്വഞ്ചറല്ല, ഒരു ആവറേജ്. അതിനെ പിടിച്ച് കയറാനുള്ള നല്ല സ്ട്രോങ് ആണല്ലോ. ഇങ്ങനെ കയറി പോകാൻ ഉള്ളൊരു സ്പോട്ടാണ്. ഇവിടെ കാണുന്നുണ്ട് കല്ല്, അതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. ഓ 2 കല്ല്, അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ കല്ല് 2 കാണുന്നുണ്ടല്ലോ, ആ കല്ലാണ് ഇവിടുത്തെ പ്രത്യേകത. അത് ആ കല്ലിന് എന്തൊക്കെ പേരൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ട്രക്ക് ചെയ്ത് കയറി അതിൻ്റെ ഹൈറ്റിൽ നിന്നിട്ട് അതിലേക്ക് നോക്കി കാണാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റ്, അത്രയേ ഉള്ളൂ. ബട്ട് ചുറ്റുഭാഗമുള്ള സീനറീസ് വെരി വെരി നൈസ്. ഒന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ സ്ഥലത്തേക്കും ചുറ്റിലും നോക്കുകയാണെങ്കിൽ എന്തായാലും മേലെ കയറി നോക്കാം.
ജീപ്പ് 6 മണിയാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് വണ്ടി ഇവിടെ നിന്ന് തിരിച്ച് താഴേക്ക് പോകും. വണ്ടി പോയി കഴിഞ്ഞാൽ നടന്നു കൊണ്ടുവരും താഴേക്ക്. അയ്യോ, കയറാൻ കുറച്ച് പണിയാണല്ലോ. ഓക്കെ, അധികം ദൂരമല്ല, പക്ഷേ കുത്തനുള്ള കയറ്റ. അതാണ് ഇതിൻ്റെ ഫൈനൽ പോയിന്റ്. കുപ്പിയുണ്ട് കണ്ടോ, നിയന്ത്രണമല്ലാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളതിൻ്റെ മുകളിൽ കയറി താഴേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ അതിന് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. സിമെൻറ്റ് ടൈലൊക്കെ വിരിച്ചിട്ടുള്ള ഒരു പാതയുണ്ട്. ഇതിലൂടെ അങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ എൻഡിലൊരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇത് എവിടെ ഇരുന്നാൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്കുള്ള വ്യൂ പോയിൻ്റാണ്. ഈവനിങ് ടൈം വന്നാൽ അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള ഓൾ വ്യൂ ഇങ്ങനെയാണുള്ളത്. സൂപ്പറായിട്ടില്ലേ? ഓക്കെ. പിന്നെ ഇവിടേക്ക് വരാനുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് 33 രൂപ മേടിച്ചതിൻ്റെ അടുത്ത് നിന്ന്. ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രി പാസ് പ്ലസ് നമ്മൾ വന്ന ബൈക്കിൻ്റെ ചാർജും ചേർത്തി, കൂടാതെ 38 രൂപ ഈ മുകളിലേക്ക് വരാനുള്ള ജീപ്പിൻ്റെ ചാർജ്. അപ്പോൾ അതാണ് മൊത്തം 72 രൂപ കൊടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് വരാൻ ചാർജ്, ജീപ്പ് അടക്കം. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിൻ്റ് കണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. സമയം ഏകദേശം 6 മണി 5:45 1/4 മണിക്കൂർ നമ്മൾ ലാഭിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഇനിയും ദിവസങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീഡിയോസ് ഞാനിവിടെ വേറെ സ്ഥലങ്ങളിൽ പോയി ചെയ്യും. ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതൊന്നും ആരും കാണാത്ത സ്ഥലങ്ങളൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സ്പോട്ടുകളുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നേരെ ഇവിടുന്ന് പോയിട്ട് കർണാടക അങ്ങോട്ടേക്കും വിടും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബൈ ബൈ.